കോട്ടയം ഇരട്ടക്കൊലപാതക കേസ് മണിക്കൂറുകൾ കൊണ്ട് തെളിയിച്ച് പോലീസ്. 24 മണിക്കൂർ തികയും മുൻപ് പ്രതിയെ പിടികൂടാനും തെളിവുകൾ കണ്ടെത്താനും സാധിച്ചു. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലപ്പെട്ടവരുടെ മകന്റെ മരണമന്വേഷിക്കുന്ന CBI സംഘം പോലീസിൽ നിന്നും അറസ്റ്റ് വിവരങ്ങൾ ശേഖരിച്ചു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ വേഗത്തിൽ കണ്ടെത്തിയത്. ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി അമിത് കുറ്റം സമ്മതിച്ചു. മുൻവൈരാഗ്യം കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് പ്രതിയുടെ മൊഴി. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും മൊബൈൽ ടവർ ലൊക്കേഷനുമാണ് പ്രതിയെ കുടുക്കിയത്. മോട്ടീവ് നമ്മൾ നേരത്തെ സംശയിച്ച പോലെ തന്നെ നേരത്തെ വിജയകുമാർ കൊടുത്ത കേസിൽ ഇയാൾ അകത്തു പോയിരുന്നു. ഇയാൾ ഒരു 5.5 മാസത്തോളം റിമാൻഡിലായിരുന്നു. ഇയാൾക്ക് ജാമ്യത്തിലെടുക്കാനൊന്നും വേറെ ആരും ഉണ്ടായിരുന്നില്ല. കേസിലെ പ്രധാനപ്പെട്ട തെളിവായ CCTV DVR തെളിവെടുപ്പിനിടെ കണ്ടെത്തി. സംഭവം നടന്നതിന് അടുത്തുള്ള തോട്ടിലാണ് പ്രതി ഇത് ഉപേക്ഷിച്ചത്. കൂടാതെ മറ്റൊരു തോട്ടിൽ നിന്നും പ്രതി കൊണ്ടുപോയി ഉപേക്ഷിച്ചൊരു മൊബൈൽ ഫോണും കണ്ടെത്തി. പിന്നാലെ സംഭവം നടന്ന വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പ്. ഇവിടെ 1 മണിക്കൂർ നീണ്ട തെളിവെടുപ്പിൽ കുറ്റകൃത്യം നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് പ്രതി വിശദീകരിച്ചു. കൊലപാതകത്തിന് ഉപയോഗിച്ച കോടാലിൽ നിന്നും ലഭിച്ച വിരലടയാളം പ്രതി അമിത്തിന്റേതാണെന്ന് നേരത്തെ തെളിഞ്ഞിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. ഇതിനിടെ പ്രതിയെ സഹായിച്ച മറ്റു ചിലരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെയും ചോദ്യം ചെയ്തു വരികയാണ്. ഹൈഡ് ഔട്ട് ആയിട്ടുള്ള സ്ഥലത്ത് ഇയാളുടെ സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പോൾ സഹോദരനെയും അതുപോലെ വേറെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവരെ തൃശ്ശൂർ മാള പോലീസ് പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ അവൈലബിൾ ആവുകയാണെങ്കിൽ അവരെയും കൂടി നമ്മൾ കസ്റ്റഡിയിലെടുക്കും. അതേസമയം മരിച്ച ദമ്പതികളുടെ മകന്റെ കേസ് അന്വേഷിക്കുന്ന CBI സംഘം ഇന്നും കോട്ടയത്തെത്തി. പ്രതിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങളാണ് CBI തേടിയത്. ഇന്നലെ സംഭവം നടന്ന വീട്ടിലും CBI സംഘം എത്തിയിരുന്നു. 24 കോട്ടയം.